ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ത്രില്ലാണ്, ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ പോയ പാടെ തന്നെ മോനിനൊരു ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊരു വയ്യായിക. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ട്രെയിനൊക്കെ വന്ന് നമ്മൾ കയറി. കുറേ നാളായിട്ടൊരു യാത്രയൊക്കെ പോയിട്ട് 8:30 ആയപ്പോൾ ട്രെയിൻ എടുത്ത കേട്ടോ. എന്നിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആലുവയിലെത്തി. നല്ല തണുപ്പ്. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. മോനും ആണെങ്കിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ആളുറങ്ങി. എനിക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൻ ഉറങ്ങിയോ, അങ്ങോട്ട് വീഴുന്നുണ്ടോ, എൻ്റെ അടുത്താണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ മിഴിച്ചിരിക്കുകയായിരുന്നു, ഒരല്പം പോലും ഉറങ്ങിയില്ല. പിന്നെ 3 മണിയായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തണുപ്പ് കേട്ടോ. അപ്പം ഞാനൊരു സ്വെറ്ററൊക്കെ എടുത്തിട്ട് അപ്പം പിന്നെ ഒരു മാസ്കൊക്കെ എടുത്ത് വെച്ച് ആൾക്ക് ഞാനൊരു മാസ്കും നല്ലൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളെത്തിയതൊരു 3:30-4 മണിയൊക്കെ ആയി. അപ്പോൾ ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഫുൾ ലൈറ്റ്സും ഓണായിരുന്നു. നമ്മൾ പകൽ വരുന്നത് പോലെയല്ല, രാത്രി കാണുന്ന കാഴ്ച എന്നൊരു ഭയങ്കര ഭംഗി. നമ്മൾ ക്യാമറയിൽ അത്രയും ഭംഗി എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഭംഗി എന്ന് പറയുന്നത് അത്രയ്ക്ക് രസമായിരുന്നു. ഇവിടുന്ന് വ്യൂ അങ്ങോട്ടെല്ലാം നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഒരു 4-4:30 ആയപ്പോൾ എത്തിയിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒത്തിരി ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തിരി പോകാൻ വേണ്ടിയിട്ട്, പല സ്ഥലങ്ങളിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നേ. കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊന്നും ഒട്ടും ഉറങ്ങിയില്ല കേട്ടോ. എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ ഉറക്കം കുറവാണ്. റൂമിൽ തന്നെ കിടക്കണം, എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പിന്നെ നമ്മൾ ഇടയ്ക്കൊരു കോഫി ഷോപ്പിലൊക്കെ പോയി കോഫി എല്ലാം കുടിച്ച് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. നമ്മൾ കാണുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോകും കേട്ടോ. അങ്ങനെ ഒത്തിരി ആൾക്കാരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് കുറേ ആൾക്കാരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു പറ്റ ആൾക്കാർ വരുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവർ പോകുമ്പോൾ ഉള്ള സങ്കടം മറ്റുള്ളവരെ മുഖമൊക്കെ കാണുമ്പോൾ അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഭരണിയാണ് ഇതിൻ്റെ പേര്. ഉരുളിക്കകത്ത് ഇങ്ങനെ ചെടി നട്ടിരിക്കും പോലെ അല്ല, ചെടി നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. രാത്രി കാണാൻ ഭയങ്കര രസം. പിന്നെ കുറച്ച് കഴിഞ്ഞ് മോർണിംഗ് ആയി കേട്ടോ. ഇത് മോർണിംഗ് ആണ്. ആ സമയവും നല്ല രസമുണ്ട്. പക്ഷെ രാത്രിയാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തും. അങ്ങനെ പിന്നെ നമ്മളൊന്ന് റെഡിയായി ഫ്രഷൊക്കെ ആയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വരാനുള്ള സമയമായി. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം. നമ്മൾ അകത്ത് കയറി കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒത്തിരി കടകളെന്ന് വെച്ചാൽ എന്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിവിടെ നിന്ന് പറ്റും. പക്ഷെ ഭയങ്കര ഒടുക്കത്തെ പൈസ. ഒരു ദോശയ്ക്ക് 450 രൂപ, അങ്ങനെയല്ലേ പറഞ്ഞത്? 450 രൂപ, 500 രൂപ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് ബ്രെഡും സ്നാക്സും അതൊക്കെയാണ് കരുതിയിരുന്നത്. അപ്പം പിന്നെ ഇവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി സമയം എടുക്കും, ദൂരം എടുക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്നാക്സ് ഷോപ്പിൽ പോയിട്ട് കോഫി, അങ്ങനെ കുറച്ച് സ്നാക്സ് അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോകായിരുന്നു. ഇവിടെ ഇങ്ങനെ കഥകളിയുടെ ഒരു ഇതുണ്ടായിരുന്നു, നല്ല സ്റ്റാച്ചു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബസ് വന്നു. പിന്നെ നമ്മൾ ബസ്സിലോട്ട് കയറി. നമ്മൾ പോണത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. ഒരു കുഞ്ഞു ഫ്ലൈറ്റ് കേട്ടോ. ഒരു ഭയങ്കര വലിയൊരു ഫ്ലൈറ്റൊന്നും അല്ല. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇവിടെയും നമ്മുടെ ബോർഡിംഗ് പാസ് നമ്മൾ കാണിക്കണം.
ബോർഡിംഗ് പാസിൻ്റെ വെരിഫിക്കേഷൻ 2-3 ഇടത്തുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. മോനുവൊക്കെ ഭയങ്കര ത്രില്ലാണ്. മോനും പാറക്കുട്ടിയൊക്കെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് പോലും അറിയില്ല, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ്. ഫസ്റ്റ് ടൈമാണ് കയറുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ സീറ്റൊക്കെ നോക്കിയിട്ട് നമ്മളിരിക്കുകയാണ്. കൊണ്ടുവന്നിട്ട് ബസ് ഇങ്ങനെ തിരികെ പോകുന്നതാണ് കേട്ടോ. മോന് കയറിയ സമയം തൊട്ട് അവന് എൻ്റെ അടുത്ത് വരണം. എനിക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് അറിയത്തില്ല, അപ്പം ഞാനും കുറച്ചൊരു നെർവസാണ്. ആൾക്ക് എൻ്റെ അടുത്തോട്ട് പറഞ്ഞു. എല്ലാവർക്കും ഓരോ സീറ്റുണ്ട് കേട്ടോ. അവർ പറഞ്ഞു ഇറങ്ങി പോവരുത്, നടക്കരുതെന്നൊക്കെ. ആ സമയത്ത് ഇത് ടേക്ക് ഓഫ് ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പതുക്കെ പൊങ്ങി പതുക്കെ പോയി പിന്നെയാണ് പൊങ്ങണേണ്. ഇത് ഒരടിക്കങ്ങ് പൊങ്ങും കേട്ടോ. ഭയങ്കര സ്പീഡ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡില്ല, കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ എടുക്കുന്ന സമയത്ത്. ഇത് വെള്ളത്തെ വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറേ നേരം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ടേക്ക് ഓഫ് നല്ല രസമായിരുന്നു എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് ഭയങ്കര കരച്ചിലായി കേട്ടോ. അവൻ എൻ്റെ അടുത്ത് വരണം അങ്ങനെ. അപ്പോൾ എനിക്ക് സേഫ്റ്റി ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. അയ്യോ അവൻ അങ്ങോട്ടൊക്കെ വന്നാൽ പാടല്ലേ എന്നൊക്കെ. പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് മടിയിലങ്ങ് ഇരുന്നേ. ഇത് നമ്മൾ ലാൻഡിങ് ആണ്. അപ്പോൾ പൈലറ്റ്സിനാണ് കേട്ടോ ഇത് ഭയങ്കര വിഷ്വൽ കിട്ടുന്നത്. ഇത് നമുക്കും ഇത് കാണാൻ പറ്റി, പക്ഷെ അവർക്കാണ് കുറച്ച് കൂടുതൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ലക്ഷദ്വീപിലോട്ടാണ് പോണത്. അപ്പോൾ കടലിലോട്ടാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാമറയിൽ പകർത്തുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ. ഞാൻ വിചാരിക്കും നമ്മൾ നോക്കുന്ന ആ ഒരു ഭംഗി കിട്ടുന്നില്ലല്ലോ എന്നും. നമ്മൾ ഇറങ്ങാറായി. ഇത് ഇറങ്ങുമ്പോഴും ഒന്നിങ്ങനെ പെട്ടെന്നാണ് ഇറങ്ങുന്നതും അങ്ങനെ. അപ്പോൾ പിന്നെ എത്തി. നമ്മളിത് അഗത്തിയിലാണ്. ഭയങ്കര ചെറിയൊരു കുഞ്ഞ് എയർപോർട്ടാണ് അല്ലേ അഗത്തി എന്ന് പറയുന്നത്. അവിടെ എത്തി. അവിടെയും കുറേ ഫിഷിൻ്റെ സംഭവങ്ങൾ, കുഞ്ഞ് എയർപോർട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇവിടെ കുറച്ച് ആൾക്കാരല്ലേ വരുള്ളൂ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മാത്രം. ഭയങ്കര അടിപൊളി വ്യൂ കേട്ടോ. ഇവിടുത്തെ കടൽ ഒരു രക്ഷയുമില്ല. നമ്മൾ സാധാ കടലിനോട് തോന്നുന്ന ഒരു ഇതല്ല കേട്ടോ. ഇവിടെ വലിയ കുറേ ദൂരം ആഴമൊന്നുമില്ല, വലിയ ആഴമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എത്തി. നമ്മളിനി റൂമിലോട്ട് പോവാണേ. പറഞ്ഞതുപോലെ ഭയങ്കര വലിയ ക്വാർട്ടേഴ്സോ വലിയ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം ഭയങ്കര കുഞ്ഞാണ്. പിന്നെ നമ്മൾ വന്ന പാടെ തന്നെ നമ്മൾ ഫുഡും കഴിച്ചതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളിവിടെ 2 ദിവസമേ നിൽക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് 2-3 ദിവസം കൂടി നിൽക്കണമെന്ന്. പക്ഷേ ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയം നമുക്ക് കറക്റ്റ് നമുക്ക് പറ്റുന്നതായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം ഇവിടെയാണെങ്കിൽ ഈ ശംഖ് അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീ ചെയിൻ അങ്ങനെയൊക്കെ വാങ്ങിയെന്നുള്ള ജസ്റ്റ് നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. നല്ല ബീച്ച്, അടിപൊളി കേട്ടോ. ഇങ്ങനെ അവരിങ്ങനെ ഒത്തിരി തെങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ. പിന്നെ ബീച്ച് വ്യൂ കണ്ടില്ലേ, ഭയങ്കര രസം കേട്ടോ. നമ്മൾ ഭയങ്കര നല്ല ഭംഗി. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ്, പിന്നെ കുറച്ച് ഡാർക്ക്, പിന്നെ അങ്ങനെ മാറി കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഊഞ്ഞാൽ പോലെ. നല്ല നമുക്ക് ഫോട്ടോസ് എടുക്കാൻ നല്ല സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ കടലിൽ ഇറങ്ങും, വെള്ളത്തിൽ കളിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സിൽ തന്നെ വന്ന കേട്ടോ. ഇത് വലിയ ബോട്ടല്ല കേട്ടോ, കുഞ്ഞു ബോട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു യാത്ര. ഇത് ഉൾക്കടലിലോട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഭംഗി. നമ്മുടെ കൈ ഇങ്ങനെ തൊടാൻ വെള്ളത്തിലോട്ട്. നമ്മൾ ഈ കടലിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇറങ്ങണമെന്ന് തോന്നും. ഇങ്ങോട്ടൊക്കെ നല്ല ആഴമുണ്ട്. നമ്മൾ തുടക്കം ഭാഗത്താണ് ആഴം കുറവ്. നമ്മൾ കുറച്ച് ദൂരം ആഴം കുറവാണ്. നമുക്ക് നിന്ന് കളിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇത് നല്ല രസമായിരുന്നേ. ഇതിൻ്റെ ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ്സിൽ കൂടി നമുക്ക് ഫിഷ്, വലിയ ആമയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവരുടെ കുഞ്ഞാമയെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത്രയ്ക്കും വലിപ്പമുള്ള ആമകളെ കണ്ടിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാവേ. നമ്മൾ ഈ കാണുന്നതിനിടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോകും കേട്ടോ. കണ്ടോ ഇവിടുത്തെ കടലിൻ്റെ ഭംഗി, ഈശ്വര, എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവണില്ല കേട്ടോ. ഒത്തിരി മീനുകൾ, കടലിൻ്റെ ഭംഗി നോക്കിക്കോണേ, ഞാൻ കാണിച്ചു തരാവേ. ഒരു തെളിഞ്ഞ വെള്ളം കണ്ടോ. ഇവിടുത്തെ ഈ കളർ എനിക്ക് പറഞ്ഞിട്ട് മതിയാവുള്ള ഗൈസ്.
ക്ഷമിച്ചേക്കണം, ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ അത് നമ്മളായി പോവും. അങ്ങനത്തെ കടലാണ്. കടലിൻ്റെ ഭംഗി എന്ന് പറയണത് നമുക്ക് ഇറങ്ങണമെന്ന് തോന്നും കേട്ടോ. ഇവിടെ ആഴയില്ലെന്ന് തോന്നും, ഇവിടെ നല്ല ആഴമുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ നീന്തൽ അറിയാമെന്നുള്ള അവർക്കൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. കണ്ടോ കടലിൻ്റെ ഭംഗി, പല ഷെയ്ഡല്ലേ, ഈ ഡ്രസ്സ് പോലെ ഇല്ലേ, അങ്ങനെ തോന്നിയില്ലേ, പല പല കളറ്, ഡാർക്ക് ഒരു ഗ്രേ, പിന്നെ ബ്ലൂ, അങ്ങനെയൊക്കെ കേട്ടോ. കടൽ കണ്ടാൽ മതിയാവത്തില്ല ഗൈസ്. കടലിൻ്റെ ഭംഗി ആസ്വദിക്കുക ഗൈസ്. എനിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അങ്ങനെ ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധാ കടൽ, നമ്മളിവിടെ ശംഖുമുഖത്തോ കോവളം ബീച്ചോ അല്ലെങ്കിൽ വേറെ എവിടുത്തെ ബീച്ച് പോലെ അല്ല കേട്ടോ ഇത്. നമുക്ക് ഉൾക്കടലിൽ പോകുമ്പോൾ അങ്ങനെ ഇത് കണ്ടോ തെളിഞ്ഞ വെള്ളവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും പറ്റും. നമ്മളിവിടെ എത്തി കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കും. അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞ. ജീവനുള്ള ശംഖുകളില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ. ഞാൻ ലക്ഷദ്വീപിൽ പോയ എത്ര രൂപയാണ് കോസ്റ്റ്, അതിനുള്ള എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.